നമസ്കാരം. പ്ലസ് ടുവിന് ശേഷം എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വറീഡ് ആകുന്ന ഒരു ചോദ്യമാണ് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമെന്നുള്ളത്. ഏതാണ് നല്ല ബ്രാഞ്ച് എന്നറിയണം, ഏതാണ് എനിക്ക് പറ്റിയ നല്ല ബ്രാഞ്ച് എന്നറിയണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് വി ആർ ടേക്കിംഗ് എ ഡിസിഷൻ ഫോർ ലൈഫ് ലോങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ തീരുമാനമെടുക്കാൻ വലിയ ടെൻഷൻസ് ആണ് വിദ്യാർത്ഥികൾ കണ്ടുവരുന്നത്. അത് സോൾവ് ചെയ്തതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഏറ്റവും നല്ലത് എന്ന് ഉറപ്പായും തിരഞ്ഞെടുക്കാവുന്ന 10-ലധികം ബ്രാഞ്ചുകളെ ഒരു 5 ക്ലസ്റ്ററായി തിരിച്ചിട്ട് 5 ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ബ്രാഞ്ച് കണ്ടുപിടിക്കുന്നതിന് 10 ചോദ്യങ്ങൾ കൊണ്ട്, വെറും 10 ചോദ്യങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. ഇത് ഒരു സിമ്പിൾ, ഫാസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് മെത്തഡോളജിയാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ശരിയായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടൂളായിട്ട് നമുക്ക് ഈ മെത്തഡോളജി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മെത്തഡോളജിയിൽ 10 ചോദ്യങ്ങൾ കാണും. ഓരോ ചോദ്യത്തിനും 5 ഓപ്ഷൻസ് ഉണ്ട്. A, B, C, D, E എന്ന 5 ഓപ്ഷൻസ്. അതിൽ നമുക്ക് ശരിയായ, നമുക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന് തോന്നുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യണം. പ്ലീസ് എൻഷുർ ദാറ്റ് യു ആർ ചൂസിംഗ് ദ റൈറ്റ് ഓപ്ഷൻ ഫോർ യു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ചോദ്യത്തിന് ഒരു ഓപ്ഷൻ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. A, B, C, D, E ഏതെങ്കിലും ഒന്ന്. അതിൽ നമുക്ക് ബെസ്റ്റ് സൂട്ടഡ് ആയിട്ടുള്ള ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വരാവുന്ന ഒരു സംശയം, ഒരു ചോദ്യത്തിന് 2 ഓപ്ഷൻസ് നമുക്ക് ഒരുപോലെ തോന്നിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതായിരിക്കും, അല്ലേ? അങ്ങനെ തോന്നുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് ശ്രദ്ധിച്ച് നമുക്ക് പറ്റിയ, അതിൽ തന്നെ ബെസ്റ്റ് ഏതാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഓപ്ഷൻ തന്നെ വേണം കൊടുക്കുവാനായിട്ട്. ഹോപ്പ് യു ആർ റെഡി നൗ. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് പേനയും നോട്ട്ബുക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിക്കാം നമുക്ക് ആൻസേഴ്സ് ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്ന ആ പ്രോസസ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഫൈൻ, ലെറ്റ് us ഗോ. ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ചിലതൊക്കെ നമുക്ക് നേരിട്ട് ആൻസർ അറിയാമായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാവും. എക്സ്പീരിയൻസ് ഇല്ലാത്തതാണെങ്കിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഏതായിരിക്കും നമ്മളവിടെ ആ ഒരു പൊസിഷനിൽ എത്തിയാൽ എന്തായിരിക്കും നമ്മുടെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് അസ്യൂം ചെയ്യുക. ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഈ ആൻസറുകൾ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായി യൂഷ്വലി സ്കോർ ചെയ്യുന്ന സബ്ജക്ട് ഏതാണ്? Which subject do you usually score well at school? Options: A. Computer science or informatics practices. B. Physics-based problems, motion, forces, machines, etc. C. Electronics basis or electricity and magnetism. D. Biology or chemistry, especially lab-based topics. E. Geometry, drawing or earth sciences. ഈ 5 ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഏതാണോ ആ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. A, B, C, D, Eയിൽ ഒന്ന് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും സബ്ജക്ട് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളത് അസ്യൂം ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കുക. മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 2. സ്കൂളിൽ നമ്മൾ അറിയപ്പെടുന്ന ഏത് ആക്ടിവിറ്റിയുടെ പേരിലാണ്? നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് ആക്ടിവിറ്റീസിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഏത് ആക്ടിവിറ്റിയുടെ പേരിലാണ്? ഇൻ സ്കൂൾ, വാട്ട് ആർ യു ജനറലി നോൺ ഫോർ? ഓപ്ഷൻ A. Tech savviness or programming skills. B. Curiosity about engines, tools, machines, etc. C. Fixing gadgets, managing circuits in school events, etc. D. Interest in biology, chemistry, or first aid knowledge. And E. Drawing, designing, or spatial imagination. Answer മാർക്ക് ചെയ്തല്ലോ അല്ലേ? വെരി ഗുഡ്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണ് താല്പര്യം? Question number 3. How do you prefer to express your creativity? Option A. By building software or automation tools. B. By designing and modifying physical machines. C. By crafting small electronics prototypes. D. Through experiments and scientific exploration. And E. Through design sketches, models or architectural ideas. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക? ഇഫ് ആസ്ക്ഡ് ടു ചൂസ് എ ഡ്രീം പ്രോജക്റ്റ്, യു വുഡ് പ്രിഫർ ഓപ്ഷൻ A. Building an AI app or data dashboard. B. Designing a drone or remote controlled vehicle. C. Creating a smart home or sensor based system. D. Developing a health monitoring wearable. Or E. Planning a flood proof, earthquake resistant building. വെരി ഗുഡ്. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോളേജിൽ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഏത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് ടു ചൂസ് എ കോളേജ് പ്രോജക്റ്റ്, യു വുഡ് ഗോ ഫോർ ഓപ്ഷൻ A. Machine learning or mobile app project. B. Jet engine, vehicle design or ship model. ഷിപ്പിൻ്റെ ഒക്കെ മോഡൽ ഉണ്ടാക്കാം.
C. Home automation or communication device. D. Smart prosthetics or green energy from chemicals. Or E. Eco-friendly homes or structural innovation. നമ്മൾ പകുതി ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. വി ആർ മൂവിംഗ് ഓൺ ടു ദ സിക്സ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഒക്കെ കാണുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും അധികം അട്രാക്ഷൻ തോന്നുന്നത്? വാട്ട് എക്സൈറ്റ്സ് യു മോസ്റ്റ് വെൻ വാച്ചിങ് എ ഡോക്യുമെൻ്ററി ഓർ എ യൂട്യൂബ് വീഡിയോ? ഓപ്ഷൻ എ മെഷീൻ ലേണിംഗ്, AI, ഡേറ്റ ഓർ ടെക്നിക്കൽ ഇന്നോവേഷൻ, ആ മൂവിയിൽ കാണിക്കുന്ന ടെക്നിക്കൽ ഇന്നോവേഷൻസ്. ഓർ ബി എയർക്രാഫ്റ്റ്, ഷിപ്സ്, മെഷീൻസ് ഓർ റോബോട്ടിക്സ്. സി സ്മാർട്ട് ഗാഡ്ജറ്റ്സ്, IoT or electric systems. D. Biomedical innovation or chemical processes. Or E. Civil engineering marvels like bridges or smart cities, etc. Let us move on. Question number 7. നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഡു യു എൻജോയ് സോൾവിങ്? ഓപ്ഷൻ എ ലോജിക്കൽ, ഡേറ്റാബേസ് പ്രോബ്ലം യൂസിങ് കോഡ്, പ്രോഗ്രാമിംഗ്, എക്സെട്ര. ഓപ്ഷൻ ബി മെക്കാനിക്കൽ പസിൽസ്, flying objects or engines. Option C, electrical circuits or wireless gadgets. Option D, human health, molecules and reactions. And option E, construction, buildings, real world structures. വെരി ഗുഡ്. എട്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ അട്രിബ്യൂട്ട്സ് ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൗണ്ട്സ് മോസ്റ്റ് ലൈക്ക് യുവർ സ്ട്രെങ്ത്? ഓപ്ഷൻ എ അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് കോഡിംഗ്. B. Designing mechanical systems or structures. C. Tinkering with circuits or smart electronics. D. Chemistry, biology or knowledge and curiosity. And E. Drawing, visualizing buildings and designing spaces. Now we have only 2 more questions to go. Question number 9. നമുക്ക് ഇഷ്ടമുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇൻ ഫ്യൂച്ചർ എന്തായിരിക്കും? Your ideal working environment would be A. Software company or a startup lab. B. Aerospace, automobiles or machine industries. C. Telecom company, core electrical or electronics lab. D. Hospital R&D lab, pharmaceuticals or biotech firms. And E. Government construction department or architectural office. ഈ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിക്കണം, വിഷ്വലൈസ് ചെയ്യണം നമ്മൾ അവിടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ആൻസർ ചെയ്യാൻ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ? കൺഗ്രാജുലേഷൻസ്, വി ആർ കംപ്ലീറ്റഡ് അപ് ടു 9. ദി ലാസ്റ്റ് ക്വസ്റ്റൻ ഈസ് കമ്മിങ് ഇൻ. ഭാവിയിൽ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് ആസ് എ കരിയർ എന്നാണ് നോക്കുന്നത്. മേ ബി ആഫ്റ്റർ 10 years, 15 years നമ്മുടെ കരിയർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് കരിയർ ഡു യു വിഷ്വലൈസ് ഫോർ യുവർ സെൽഫ് ഇൻ ഫ്യൂച്ചർ? എ. ടെക് ഡ്രിവൺ വിത്ത് ലാപ്ടോപ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ലാബ്സ്. ബി. ഇൻ ലാബ്സ് ഓർ ഇൻഡസ്ട്രീസ് വർക്കിംഗ് ഓൺ മെഷീൻസ്. സി. ഇലക്ട്രിക്കൽ ഓർ ടെലികോം നെറ്റ്വർക്ക്സ്, എംബഡഡ് സിസ്റ്റംസ്, എക്സെട്ര. ഡി. ഹെൽത്ത് കെയർ ലാബ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയാസ്. And E. Architectural firms, government projects or construction sites. Congratulations, you have completed all the 10 questions. Very good. ഇനി നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഓപ്ഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളതിൽ നമ്പർ ഓഫ് എസ്, നമ്പർ ഓഫ് ബിസ് ഒക്കെ എണ്ണി നോക്കാം. എ മുതൽ ഇ വരെയുള്ള ഓപ്ഷൻസിൽ ടോട്ടൽ 10 എണ്ണം ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഏത് ഓപ്ഷനാണ് എന്ന് നോട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. നമ്മുടെ ഇഷ്ടമുള്ള ബ്രാഞ്ചുകളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. എ ആണ് നമ്മളുടെ മാക്സിമം വന്നത് എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയതായിരിക്കും നമ്മളുടെ ഗ്രൂപ്പിൽ വരുന്നത്. ബി ആണ് എങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയായിരിക്കും. സി ആണ് മാക്സിമം വന്നതെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയവ. ഡി ആണ് ലീഡ് ചെയ്തതെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇ ആണ് എങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചർ. ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ബെസ്റ്റ് ബ്രാഞ്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ വരുന്ന ഒരു ചോദ്യം, ചിലർക്കെങ്കിലും ടോപ്പായിട്ട് ഒന്നിലധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ബി ആൻഡ് സി രണ്ടെണ്ണവും 4 വെച്ച് വന്നിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം? ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു പോവുക, എന്നിട്ട് റിവൈസ് ചെയ്ത് നോക്കുക, ഏതാണ് അല്പം കൂടി കൂടുതൽ ഇഷ്ടം അതുപോലെ ചെയ്യുക, എന്നിട്ട് മെജോറിറ്റി വരുന്ന ഒന്നിനെ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ജോലി വീണ്ടും വീണ്ടും ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റീവിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഏതാണ് എന്ന് കമന്റ്സ് വഴി ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, ആവശ്യത്തിന് സമയമെടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇത് വളരെ ക്ലാരിറ്റിയോടെ ആൻസർ ചെയ്യണം. ഈ ഗ്രൂപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ബ്രാഞ്ച് ആയിരിക്കും. അതൊരു ലൈഫ് ലോങ് ഡിസിഷനാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം.
ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രാഞ്ച് നമ്മുടെ ഇൻട്രസ്റ്റിനും ആപ്റ്റിറ്റ്യൂഡിനും പേഴ്സണാലിറ്റിക്കും ഒക്കെ സൂട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് സ്വന്തമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ നേടുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ മറ്റു ബ്രാഞ്ചുകളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയറിൽ എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.